പാലക്കാട്ടും തൃശ്ശൂരും നരേന്ദ്രമോദിയുടെ റോഡ് ഷോ നടക്കാനിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേക ഷോ നരേന്ദ്രപൂരം തുടരുകയാണ്. ഇനി 2 മണിക്കൂർ നേരം നരേന്ദ്രമോദിയുടെ വരവ്, അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടികൾ, റോഡ് ഷോ, പൊതുസമ്മേളനത്തിലെ പ്രസംഗമൊക്കെ ചേർത്ത് സമഗ്രമായ വാർത്താ നേരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏതായാലും പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ ആകാശത്ത് കണ്ടപ്പോൾ തന്നെ എന്തൊരാവേശമായിരുന്നു പാലക്കാടിനും തൃശ്ശൂരിനും എന്ന് നമ്മൾ കണ്ടതാണ്. എത്രയോ മണിക്കൂറുകളായി അവിടെ കാത്തുനിൽപ്പാണ്. രാവിലെ 9 മണിക്കും 8 മണിക്കും 7 മണിക്കും ഒക്കെ വന്നവരുണ്ട്. 11:30യോടെയാണ് പ്രവേശനം സാധ്യമായത്. എങ്കിലും ഈ പൊള്ളുന്ന ചൂടിൽ, നമുക്കറിയാം തലസ്ഥാനത്തേത് പോലെയല്ല പാലക്കാട്ടെയും തൃശ്ശൂരിലെയും ചൂട്, കൊടും ചൂടത്താണ്. പക്ഷേ നരേന്ദ്രമോദി കുളിരാകുമെന്ന പ്രതീക്ഷയിൽ, ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന പ്രതീക്ഷയിൽ പാലക്കാട്ട് എത്രയോ പേർ തിക്കിത്തിരക്കുന്നത്. കുറേ പേർ പുറത്താണിപ്പോഴും. അവർക്കകത്ത് കടക്കാനുള്ള അനുവാദം കിട്ടിയിട്ടില്ല. കാരണം നിറഞ്ഞു കവിയുന്നു കോട്ട മൈതാനം എന്നതാണ്. യെസ്, നമുക്കൊപ്പം ഇനിയുള്ള മണിക്കൂറിൽ ഗൗതം അനന്തനാരായണൻ കൂടി ഒപ്പം ചേരും. ഗൗതം, നോക്കൂ, 2 മണിക്കൂർ നമ്മളൊരു സമഗ്രമായ ഷോ ആലോചിക്കുന്നു. ചിലപ്പോൾ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടല്ലേ? കാരണം ഇത്രമാത്രം ജനബാഹുല്യമുള്ള ഒരു ദിവസം പാലക്കാട് ആകെ ഒഴുകിയെത്തുകയാണ് കോട്ട മൈതാനത്തേക്ക്. അത്രമേൽ ആൾക്കൂട്ടമാണ്. ആൾക്കൂട്ടം എന്നല്ല അതിന് പറയുന്നത്, മോദിയുടെ വികസന മന്ത്രം സ്വീകരിച്ചവരാണ്. പാലക്കാടിലൂടെ ശോഭാ സുരേന്ദ്രൻ നിയമസഭയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ വികസനം പാലക്കാട് മുതൽ ഇങ്ങോട്ട് തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്, അല്ലേ? തീർച്ചയായിട്ടും അത് തന്നെയാണ്. അതായത് വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കുവാനായി ഔദ്യോഗികമായിട്ട് അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി എത്തിയിരുന്നുവെങ്കിൽ പോലും റോഡ് ഷോ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾക്കായി ഇത് ആദ്യമായി എത്തുകയാണ്. പ്രത്യേകിച്ച് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ BJP വലിയ മുന്നേറ്റം ലക്ഷ്യമിടുന്ന, കേവലം 1-2 സീറ്റുകൾ എന്നതിനപ്പുറത്തേക്ക് ഒരു ഭരണം പിടിക്കുന്ന രീതിയിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ഘട്ടം ഘട്ടമായിരുന്നു. ഒന്ന്, കടുത്ത മത്സരം കാഴ്ചവെക്കുക, ആദ്യം സാന്നിധ്യം അറിയിക്കുക, പിന്നീട് കടുത്ത മത്സരം കാഴ്ചവെക്കുക, അതിനുശേഷം 1-2 സീറ്റുകൾ പിടിക്കുക. ഇപ്പോൾ അങ്ങനെയല്ല, ഭരിക്കണമെന്ന ആഗ്രഹമാണ്, അത് സഫലീകരിക്കണമെന്ന ആത്മവിശ്വാസമാണ് അണികൾക്കുള്ളത്, നേതാക്കൾക്കും. മിഥുൻ അയ്യപ്പൻ മിഥുനിലേക്ക് പോകാം. മിഥുൻ, എനിക്ക് തോന്നുന്നു പാലക്കാടാണ്. മിഥുൻ, നേരത്തെ നമ്മൾ ദൃശ്യങ്ങളിൽ ഹെലികോപ്റ്റർ ആകാശത്ത് കണ്ടിരുന്നു. ഇപ്പോൾ പാലക്കാട്ടേക്ക് പ്രധാനമന്ത്രി എത്തുന്നു എന്നതിൻ്റെ ചില സൂചനകളാണത്. എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായ പരിപാടികൾ ആരംഭിക്കുക? കാരണം പൊതുസമ്മേളനം അവിടെ നടക്കുന്നുണ്ട്. അല്പസമയം മുൻപ് ഒറ്റപ്പാലത്തെ BJPയുടെ സ്ഥാനാർത്ഥി മേജർ രവി അവിടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാ സ്ക്രീനിൽ ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഈ ലാൻഡിംഗ്, ഈ പൊതുസമ്മേളന വേദിയിലേക്ക് ഭാരതത്തിൻ്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എപ്പോഴാണ് എത്തുക? മിഥുൻ, ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹെലികോപ്റ്റർ വ്യൂഹം ഇപ്പോൾ പാലക്കാടിൻ്റെ ആകാശത്ത് ദൃശ്യമായത്. ഇപ്പോൾ 3 ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ ഈ പൊതുവേദി, അതായത് പൊതുസമ്മേളനം നടക്കുന്ന വേദിയും അതുപോലെ തന്നെ ഈ റോഡ് ഷോയും നടക്കുന്ന ഇടത്തിലേക്ക് കടന്നു പോവുകയുണ്ടായി. ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ ലാൻഡിംഗ് പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം ഇപ്പോൾ ഈ റോഡ് ഷോ നടക്കുന്ന ഈ വഴിയിലൂടെ കടന്നു പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അക്ഷമരായി കാത്തു നിൽക്കുകയാണ് ആളുകൾ. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട് കൊടും ചൂടാണ്. കേരളം ഒട്ടാകെ വലിയ ചൂട് അനുഭവപ്പെടുന്നത്. പക്ഷേ അതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ് പാലക്കാട് അനുഭവപ്പെടുന്ന ചൂട്. ആ ചൂടിനെയും തൃണവൽക്കരിച്ചുകൊണ്ട് വലിയ ആപാലവൃതം ജനങ്ങൾ, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും എല്ലാവരും അടങ്ങുന്ന ആളുകൾ ഇപ്പോൾ ഇന്ന് ഏതാണ്ട് 10 മണിയോടുകൂടി തന്നെ ഈ റോഡുകളുടെ ഇരുവശത്തും തടിച്ച് കൂടിയിരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തെ കാണുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആ ഒരു റോഡ് ഷോയുടെ ഭാഗമാകുന്നതിന് അനുഗ്രഹാശംസകൾ നൽകുന്നതിന്, അതുപോലെ തന്നെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള മാറ്റം കേരളത്തിൽ ഉണ്ടാകുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾക്ക് അതിന് കൂടുതൽ ഊർജം പകരുന്നതിന് ഇതാ പാലക്കാടിൻ്റെ മണ്ണിൽ ഇപ്പോൾ ഈ നിരവധി BJP പ്രവർത്തകരും അതുപോലെ തന്നെ NDAയുടെ പ്രവർത്തകരും എല്ലാം തന്നെ തടിച്ചുകൂടിയിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം ഇതുവഴി കടന്നു പോകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റോഡ് ഷോകൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. തെരഞ്ഞെടുപ്പിലെല്ലാം വലിയ സ്വാധീനം അദ്ദേഹത്തിൻ്റെ റോഡ് ഷോകളും അതുപോലെ തന്നെ പൊതുസമ്മേളനങ്ങളും
അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകളും എല്ലാം വലിയ രീതിയിലുള്ള പങ്ക് വഹിക്കാറുണ്ട്, സ്വാധീനം ചെലുത്താറുണ്ട്. അപ്പോൾ ഈ കേരളത്തിലെ ഏറ്റവും പ്രബലമായ BJPക്ക് മണ്ണുള്ള, BJPക്ക് സ്വാധീനമുള്ള മണ്ണ് എന്ന രീതിയിൽ വിശേഷിപ്പിക്കുന്ന പാലക്കാടിന്റെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി വരാം. നോക്കൂ, പുതിയ അപ്ഡേഷൻ വരുന്നു. പ്രധാനമന്ത്രി പാലക്കാട് എത്തി. ഹെലികോപ്റ്റർ മെഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ലാൻഡ് ചെയ്തു. അല്പസമയത്തിനകം റോഡ് ഷോയ്ക്കായി പ്രധാനമന്ത്രി വേദിയിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ ആലത്തൂർ അവിടെയുണ്ട്. അരുണിലേക്ക് വരും മുമ്പ് ഇതൊരു വരവാണ്. അതായത് പ്രധാനമന്ത്രിയുടെ വരവിന് പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. അതൊരു രാഷ്ട്രീയ പദ്ധതിയുടെ ഭാഗം തന്നെയാണ്. കാരണം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ അത്രമേൽ വലിയ ആധിപത്യം പ്രചാരണ രംഗത്ത് നേടിയിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവിടെ ഇപ്പോഴും വിഘടനവാദികളുമായി, വർഗീയ സംഘടനകളുമായി ചേർന്ന് വോട്ട് സമാഹരിക്കാനുള്ള ലക്ഷ്യമാണ് ഇടതും വലതും കാണിക്കുന്നത്. കേരളത്തിലുടനീളം അങ്ങനെയാണ്. പക്ഷേ പ്രധാനമന്ത്രിയുടെ വരവ് പ്രവർത്തകർക്ക് നൽകുന്ന ഊർജ്ജം, ആവേശം, ആർജവം അത്ര ചെറുതായിരിക്കില്ലല്ലോ ഗൗതം. അത് തന്നെയാണ് കൃഷ്ണരാജ്. കേരളത്തിൽ തന്നെ BJPക്ക് വലിയ തോതിൽ സംഘടനാ സംവിധാനമുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്നുള്ളത്. ഒപ്പം പാലക്കാട് നിയമസഭയുടെ ഒരു ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അടുത്ത കാലത്തായി BJP വലിയ മുന്നേറ്റം നടത്തുന്ന ഒരു നിയമസഭാ മണ്ഡലമാണ്. 2016 ഇപ്പോഴത്തെ അവിടുത്തെ NDA സ്ഥാനാർത്ഥി, BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും BJPയുടെ കേരളത്തിലെ വനിതാ മുഖവുമൊക്കെയായ ശോഭാ സുരേന്ദ്രൻ 2016 അവിടെ മത്സരിക്കുന്ന ഘട്ടത്തിൽ 2ാം സ്ഥാനത്ത് എത്തുന്നതോടുകൂടിയാണ് പാലക്കാട് മണ്ഡലം ശരിക്കും വലിയ തോതിൽ ശ്രദ്ധയാകർഷിക്കുന്നത്. അതിനുശേഷം 2021 എത്തുമ്പോഴും അവിടെ ശ്രീധരൻ എത്തുന്നു. ശ്രീധരനെ പരാജയപ്പെടുത്താൻ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇസ്ലാമിക വിഘടനവാദ ശക്തികളെല്ലാം ഒന്നിച്ചു ചേർന്നു. ആ ഒറ്റ കാരണം കൊണ്ട് ഏതാണ്ട് 3000 വോട്ടുകൾക്ക് മാത്രം പാലക്കാട് BJPക്ക് നഷ്ടപ്പെട്ട ഒരു മണ്ഡലമാണ്. അപ്പോൾ സ്വാഭാവികമായും 2016 2021 അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പിലും എല്ലാം 2ാം സ്ഥാനത്തെത്തുന്നു. അതായത് ഇടതുപക്ഷം ചിത്രത്തിലില്ലാതെ കോൺഗ്രസ് വേഴ്സസ് BJP എന്ന നിലയിൽ ഒരു ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമാണ്. അങ്ങനെയുള്ള മണ്ഡലം ഈ അനുകൂലമായ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് അവിടെ അടുത്ത കാലത്ത് വിജയിച്ചു വന്ന MLA കേരള രാഷ്ട്രീയത്തിൽ എത്രത്തോളം വിവാദങ്ങളിൽ അകപ്പെട്ടു, രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെ തീർത്തും BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യത്തിൽ ഇത്തവണ പാലക്കാടിന്റെ മണ്ണിൽ താമര വിരിയിക്കും. അത് കേരളത്തിൽ വോട്ടെണ്ണുമ്പോൾ ആദ്യം താമര വിരിയുക പാലക്കാടാകുമെന്നാണ് പ്രശാന്ത് ശിവൻ പറഞ്ഞത്. അതായത് പല സ്ഥലത്ത് താമര വിരിയും, അതിൽ ഏറ്റവും ആദ്യം വോട്ടെണ്ണുന്ന ഘട്ടത്തിൽ പാലക്കാടിന്റെ മണ്ണിലാകും BJPയുടെ ആധിപത്യം ആദ്യം തെളിഞ്ഞു കാണുക. പിന്നീട് അത് കാസർഗോഡ് ടു ട്രിവാൻഡ്രം ആ രീതിയിലുള്ള വിജയം കേരളത്തിന്റെ പല ജില്ലകളിൽ BJP നേടും എന്ന് പാലക്കാട് ഈസ്റ്റ് ജില്ലയുടെ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് നിയമസഭയിൽ 1-ലേറെ പേർ, 10-ലേറെ പേർ, എത്ര പേർ വന്നാലും അവർ തീരുമാനിക്കും ഇവിടുത്തെ ഭരണം എങ്ങനെ മുന്നോട്ട് പോകണമെന്ന്. ആ ഭരണത്തിൽ ഇടപെടാതെ മാറി നിന്ന് എങ്ങനെയാകുമെന്ന്. അത് പല സംസ്ഥാനങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് BJPയുടെ വളർച്ച. അതിൻ്റെ കൃത്യമായ സൂചന കേരളത്തിലേക്ക് എത്തുന്നത് ഇത്തവണയാണ്. നമ്മൾ കഴിഞ്ഞ തവണ പലയിടത്ത് 2ാമതെത്തി, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പലയിടത്ത് 1ാമതെത്തി. പക്ഷേ ഇത്തവണ 1ാമതെത്തേണ്ട ഇടങ്ങളുണ്ട്, A ക്ലാസ് മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങളിലൊക്കെ എടുക്കേണ്ട പണി കൃത്യമായി എടുക്കും. എങ്ങനെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തീരുമാനിക്കേണ്ടവർ തീരുമാനിക്കും. പ്രധാനമന്ത്രിയെ പോലുള്ളവർ, അമിത്ഷായെ പോലുള്ളവർ, കേന്ദ്രമന്ത്രിമാർ, ഭാരതത്തിലെ വിവിധ BJP മുഖ്യമന്ത്രിമാരൊക്കെ വന്ന് തുടക്കം മുതൽ ഒടുക്കം വരെ 1-ലേറെ തവണ വന്ന് പ്രചാരണ രംഗം സജീവമാക്കുന്നതിൻ്റെ തുടക്കമാണ് നമ്മൾ ഈ കാണുന്നത്. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു ഭാഗത്ത്, സ്ക്രീനിന്റെ ഒരു ഭാഗത്ത് ഭാരതത്തിന്റെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്ന ഹെലികോപ്റ്ററിന്റെ ദൃശ്യങ്ങൾ. ആ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. മറുഭാഗത്ത് അദ്ദേഹത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ പ്രതിനിധി മിഥുൻ അയ്യപ്പൻ ഉള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആ റോഡ് കാണാം. റോഡിന്റെ 2 വശങ്ങളിലായി ആയിരക്കണക്കിന് ജനങ്ങൾ നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും. അതായത് ഹെലികോപ്റ്റർ ഇറങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാഹന വ്യൂഹം കടന്നു വരുന്ന റോഡാണ് കാണുന്നത്. ആ റോഡ് ഇപ്പോൾ തന്നെ ക്ലിയർ ചെയ്തിരിക്കുകയാണ്. മുഴുവൻ ആളുകളെയും റോഡിന്റെ 2 വശങ്ങളിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ട് SPG. ഒപ്പം പ്രധാനപ്പെട്ട വേദിയാണ് ഒന്ന്. ആ വേദിയിലേക്കാണ് പ്രധാനമന്ത്രി എത്തുന്നത് റോഡ് ഷോയായി. അവിടെ ഇപ്പോൾ BJPയുടെ മുതിർന്ന നേതാക്കന്മാർ, അതോടൊപ്പം തന്നെ പാലക്കാട് ജില്ലയിലെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന NDAയുടെ സ്ഥാനാർത്ഥികൾ അവിടെ ഇപ്പോൾ സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാലക്കാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ ജനം TV പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അരുൺ ആലത്തൂർ ചേരുകയാണ്. കൃഷ്ണരാജ്. അരുൺ, നോക്കൂ, പ്രധാനമന്ത്രി എത്തി എന്ന വിവരം കൃത്യമായി അറിയിച്ചത് അരുൺ ആലത്തൂരാണ്. അദ്ദേഹത്തിൻ്റെ ഹെലികോപ്റ്റർ അവിടെ ഇറങ്ങി എന്ന് മനസ്സിലാക്കുന്നു. എപ്പോഴാകും റോഡ് ഷോയ്ക്കായി വരിക? പ്രധാനമന്ത്രി നരേന്ദ്രമോദി റോഡ് ഷോയിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ പാലക്കാട്ടേക്ക് എത്തിയിരിക്കുന്നു. ഒന്നിനു പുറകെ ഒന്നായി. ആദ്യം
ട്രയൽ ആയിട്ട് ഹെലികോപ്റ്ററുകൾ, പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി 3 ഹെലികോപ്റ്ററുകൾ ഇപ്പോൾ പാലക്കാട് മേഴ്സി കോളേജിലെ ഗ്രൗണ്ടിൽ ഇറങ്ങിയിരിക്കുകയാണ്. മേഴ്സി കോളേജിലെ ഗ്രൗണ്ടിൽ നിന്നും അദ്ദേഹം റോഡ് ഷോ ആയിട്ട്, അതായത് റോഡിന്റെ ഇരുവശവും ധാരാളം പ്രവർത്തകരെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട്. അവരെയൊക്കെ അഭിവാദ്യം ചെയ്തുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ പരിപാടി നടക്കുന്ന കോട്ട മൈതാനത്തേക്ക് എത്തുക എന്നുള്ളതാണ്. അതിൽ പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നത് കോട്ട മൈതാനത്തിന് തൊട്ട് അടുത്തുള്ള SBI ജംഗ്ഷൻ വരെയാണ് ഈ റോഡ് ഷോ ഉണ്ടാവുക. അതിൽ പ്രധാനമായിട്ടും മിഷൻ സ്കൂൾ മുതൽ SBI ജംഗ്ഷൻ വരെയുള്ള ഭാഗം, ആ ഭാഗത്താണ് ആളുകൾക്ക് പ്രധാനമന്ത്രിയെ കാണുന്നതിന്, അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടിയുള്ള എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിരിക്കുന്നത്. പാലക്കാട് നല്ല ചൂടാണ്, പക്ഷെ ആ ചൂടിനെ കവച്ചു വെക്കുന്ന തരത്തിലുള്ള ആവേശ ചൂട് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ധാരാളം 10,000-കണക്കിന് BJP പ്രവർത്തകർ, അതുപോലെ തന്നെ മറ്റ് പാലക്കാട്ടെ നിഷ്പക്ഷരായ ജനങ്ങളൊക്കെ രാജ്യത്തിന്റെ പ്രധാന സേവകനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും വേദിയിൽ ഇപ്പോൾ വിവിധ നേതാക്കൾ സംസാരിക്കുകയാണ്. അതായത് വിവിധ മണ്ഡലങ്ങളിലെ NDA സ്ഥാനാർത്ഥികൾ, പാലക്കാട് 12 മണ്ഡലങ്ങളാണുള്ളത്. ആ 12 മണ്ഡലങ്ങളിലെയും NDA സ്ഥാനാർത്ഥികൾ ഓരോരുത്തരായിട്ട് വേദിയിലെത്തി സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കോട്ട മൈതാനത്തെ വേദിയിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പ്രധാനപ്പെട്ട BJPയുടെ മുതിർന്ന നേതാക്കൾ MP രമേശ്, അതുപോലെ തന്നെ AP അബ്ദുള്ള കുട്ടി, അതുപോലെ തന്നെ 2020യുടെ ഭാഗമായിട്ടുള്ള സാബു ജേക്കബ് ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാം തന്നെ, നേതാക്കളെല്ലാം തന്നെ വേദിയിൽ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒന്ന് കാണുന്നതിന്, അദ്ദേഹം പറയുന്നത് കേൾക്കുന്നതിനൊക്കെ ആയിട്ട് വലിയ രീതിയിലാണ് ജനം ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പാലക്കാട്ടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് അത് വലിയ ആവേശം തീർക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഈ നിമിഷവും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ പരിപാടി നടക്കുന്ന വേദി, അതിന്റെ വിവിധ ഭാഗങ്ങൾ നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന, അതായത് കോട്ട മൈതാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഈ പരിപാടി നടക്കുന്ന കോട്ട മൈതാനം വലിയ കോട്ട മൈതാനമാണ്. താരതമ്യേന പാലക്കാട് വലിയ രീതിയിൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നാണ് ഈ കോട്ട മൈതാനം. ആ കോട്ട മൈതാനത്ത് പോലും ഇപ്പോൾ അത് പൂർണ്ണമായും നിറഞ്ഞ് ചുറ്റിലും, അതായത് കോട്ടയ്ക്ക് ചുറ്റിലുമുള്ള റോഡും നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന കാഴ്ച. അത്രയേറെ ജനങ്ങളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നതിന്, അദ്ദേഹത്തെ കേൾക്കുന്നതിന് വേണ്ടി പാലക്കാട് കോട്ട മൈതാനത്തേക്ക്, പാലക്കാട് നഗരത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആദ്യമായിട്ടാണ് ഇപ്പോൾ കേരളത്തിലേക്ക് എത്തുന്നത്. അത് ആദ്യം പാലക്കാട് തന്നെ ആയി എന്നുള്ളത് വലിയ ഭാഗ്യമായി കരുതുന്നു എന്നുള്ളതാണ് ഈ വന്നിരിക്കുന്ന ആളുകളിലെ ബഹുഭൂരിപക്ഷം പാലക്കാട്ട് ജനങ്ങളും പറയുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ പാലക്കാട്ടെ നിരവധി ആളുകൾ പറയുകയുണ്ടായി, കഴിഞ്ഞ തവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലേക്ക് വന്ന സമയത്ത് അതിൽ പാലക്കാടിന് 2 ഗുണങ്ങൾ ഉണ്ടായി. ഒന്ന്, പാലക്കാട് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റൊരു കാര്യം അന്ന് ചെയ്തത്, പാലക്കാട് നിന്നും പൊള്ളാച്ചിയിലേക്കുള്ള മെമു സർവീസും ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അത്തരത്തിൽ പാലക്കാടിന് നിരവധി വികസന പദ്ധതികളാണ് നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 11 വർഷ കാലയളവിൽ നൽകിയിട്ടുള്ളത് എന്നുള്ളത് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ഓരോ ജനങ്ങൾക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളതാണ് വസ്തുത. ആ വികസന കൊടുങ്കാറ്റ് അത് ഈ നിയമസഭയിലും തുടരണം. അതായത് പ്രധാനമായിട്ടും BJP മുന്നോട്ട് വെക്കുന്ന ഒരു മുദ്രാവാക്യം എന്നുള്ളത് ഡബിൾ എഞ്ചിൻ സർക്കാർ എന്നുള്ളതാണ്. അതായത് നിയമസഭയിൽ നിന്ന് ഒരു MLAയും തെരഞ്ഞെടുക്കപ്പെട്ട് അതിനുശേഷം കേന്ദ്ര സർക്കാരിൽ നിന്നുമുള്ള ഗുണങ്ങൾ അത് ഡയറക്റ്റ് ആയിട്ട് ഓരോ മണ്ഡലത്തിലെയും ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിൽ BJP വിജയിച്ചാൽ ആ മണ്ണ് മാറും എന്നുള്ളതാണ് പ്രധാനമായിട്ടും BJP പറയുന്നത്. ഏതായാലും പാലക്കാട് നഗരസഭയിൽ ഉൾപ്പെടെ അവരത് പ്രാവർത്തികമാക്കി എന്നുള്ളൊരു ഉദാഹരണം കൂടിയുണ്ട്. ഈ പരിപാടി നടക്കുന്നത് കൃത്യം ഈ വലിയ കോട്ട മൈതാനം എന്ന് പറയുന്നത് കൃത്യം പാലക്കാട് നഗരസഭയ്ക്ക് മുൻപിലാണ്. ഈ ഓഡിറ്റോറിയം, ഈ വലിയ വേദിയുടെ തൊട്ടരികിലായിട്ടാണ് പാലക്കാട് നഗരസഭ സ്ഥിതി ചെയ്യുന്നത്. ആ നഗരസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏകദേശം 250 കോടി രൂപയുടെ അമൃത് പദ്ധതി ഉൾപ്പെടെ പാലക്കാട് നഗരസഭയ്ക്ക് നൽകിയത് മോദി സർക്കാരാണ്. പാലക്കാട് നഗരത്തിലെ കുടിവെള്ള ക്ഷാമത്തിനുൾപ്പെടെ ശാശ്വത പരിഹാരം കണ്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ ആ ഒരു ഇടപെടലോടുകൂടെയാണ് എന്നുള്ളതാണ്. മാത്രമല്ല, കോട്ട മൈതാനത്തിന് ചുറ്റും വലിയ രീതിയിലുള്ള ഇപ്പോൾ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ പാലക്കാട് NDA സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ സംസാരിക്കാൻ പോകുന്ന കാഴ്ചയാണ്. അവർ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ വലിയ രീതിയിൽ ആളുകൾ കരഘോഷം മുഴക്കുന്ന കാഴ്ചയും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്.